எந்த உணவு மிக மோசமான ஜங்க் ஃபுட்ல? ஃப்ரைட் ரைஸ் ஃபாஸ்ட் ஃபுட் சென்டர் வச்சிருந்தேன். எல்லாமே எப்படி செய்யறோம், என்னென்ன யூஸ் பண்றோம் எல்லாமே எனக்கு தெரியும். ஆரஞ்சு ரெட் அப்படின்ற ஒரு கலர் தான் போடுவோம். சில ஹோட்டல் வச்சிருக்கவங்க அது கேட்பாங்க, ஆரஞ்சு ரெட் கலர் பவுடர் கொடுங்க அப்படின்னு கேட்பாங்க. அந்த கலர் பவுடர் நீங்க இப்படி கையில தேய்ச்சிட்டீங்கன்னாவே சோப்பு போட்டு கழுவினா அது போறதுக்கு 2 நாள் ஆகும். சோயா சாஸ் ஒரு கேன் வாங்குறாங்கன்னா பாதி எடுத்துட்டு மிச்சத்துக்கு என்ன பண்ணுவாங்கன்னா ஏற்கனவே மிச்சம் வச்ச அந்த ஆயில் அதை ஊத்திக்கும். 140 ரூபாய் கொடுத்து வாங்கி ஒருத்தர் 60 ரூபாய் 70 ரூபாய்க்கு ரைஸ் விற்க முடியாது. கோலமாவை ஆட் பண்ண ഇത് തമിഴ്നാട്ടില് ഒരു ഇന്റർവ്യൂവിന്റെ ഇടയിൽ അവിടെ ഒരു ഹോട്ടൽ നടത്തുന്ന ഒരാൾ നേരത്തെ നടത്തിയിരുന്ന ഒരാളുടെ ഒരു ഇന്റർവ്യൂ ആണ്. അതിനകത്ത് പറയുന്നത് ഫാസ്റ്റ് ഫുഡുകളിൽ ഏറ്റവും അപകടം പിടിച്ചത് ഫ്രൈഡ് റൈസ് എന്നാണ്. കാരണം നമ്മൾ വീട്ടിൽ കൊച്ചു കുട്ടികൾക്ക് വരെ കുട്ടികൾ വീട്ടിൽ ചോറുണ്ടല്ലെങ്കിൽ എന്താ ഫ്രൈഡ് റൈസ് വാങ്ങി കൊടുക്കുമെന്ന് പറഞ്ഞ് പല അമ്മമാരും ഫ്രൈഡ് റൈസ് വാങ്ങി നൽകാറുണ്ട്. എന്നാൽ ഫ്രൈഡ് റൈസിനകത്ത് വളരെ അപകടകരമായിട്ടുള്ള കോമ്പിനേഷൻസ് ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. തമിഴ്നാട്ടിൽ അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇതിൽ മെച്ചമായിരിക്കും, അല്ല, ഇതിൽ മോശമാകാനാണ് സാധ്യത. പ്രധാനമായിട്ടും ഓറഞ്ച് റെഡ് എന്ന കളർ ഇതിനകത്ത് ചേർക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഫ്രൈഡ് റൈസിന് നമുക്ക് സാധാരണ അരിയെ ആ ഒരു നിറത്തിലേക്ക് മാറ്റുന്നത്, ഒരു ചെറിയ ഒരു ഓറഞ്ച് കളറിലേക്ക് അതിനെ മാറ്റുന്നത് ഓറഞ്ച് റെഡ് എന്ന രാസവസ്തു ഇതിനകത്ത് ചേർക്കുന്നതാണ്. ഈ കടയുടമ തന്നെ പറയുന്നുണ്ട്, കയ്യിലൊക്കെ ആയി കഴിഞ്ഞാൽ കഴുകുമ്പോൾ പോകാൻ തന്നെ 2 ദിവസം എടുക്കുമെന്ന്. ഈ ഓറഞ്ച് റെഡ് കളറിന്റെ സൈഡ് എഫക്ട്സ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. പ്രത്യേകിച്ച് കുട്ടികൾ അമിതമായിട്ട് ഈ വയലന്റ് ആയിട്ട് പെരുമാറുന്നതിന്, അക്രമാസക്തരാകുന്നതിന്, ADHD പോലുള്ള കണ്ടീഷൻസ് വളരെയധികം കൂടുന്ന, അവരുടെ ബ്രെയിനിന്റെ ആക്ടിവിറ്റി കൂട്ടുന്നതിന് ഈ ഓറഞ്ച് റെഡ് എന്ന കളർ ഒരു കാരണമാകുന്നുണ്ട്. ഇത് കൂടാതെയാണ് ഇത് ശരീരത്തിൽ ഉണ്ടാക്കുന്ന പ്രോബ്ലംസ്, അലർജി, റിക്കറന്റ് ആയിട്ട് വരുന്ന തുമ്മൽ, ശ്വാസമുട്ടൽ പോലുള്ള പ്രോബ്ലംസ് കൂട്ടുന്നതിനെല്ലാം ഈ ഓറഞ്ച് റെഡ് എന്ന ഫുഡ് കളർ കാരണമാകുന്നുണ്ട്. രണ്ടാമത്തത് സോയാ സോസ് ഇതിനകത്ത് ഉപയോഗിക്കുന്നതിലെ അപാകതകൾ ശ്രദ്ധിച്ചോ? സോയാ സോസ് ആണ് നമുക്ക് ഈ ഭക്ഷണത്തിന് കൂടുതൽ രുചി നൽകുന്നത്, നമുക്ക് ചൈനീസ് ടേസ്റ്റ് കൊണ്ടുവരുന്നത്. സോയാ സോസ് ആവശ്യത്തിന് എടുത്തതിന് ശേഷം മുൻപ് പാകം ചെയ്ത ഭക്ഷണത്തിലെ ഓയിൽ അതിനകത്ത് മിക്സ് ചെയ്ത് വെക്കുന്നതാണ് ഇതിനകത്ത് ആ കടയുടമ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സോയാ സോസിനകത്തേക്ക് ഇങ്ങനെ ഈ പഴയ ഓയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗുരുതരമായിട്ടുള്ള, പ്രത്യേകിച്ച് ദഹനക്കേട് പോലുള്ള പ്രോബ്ലംസിന് കാരണമാകുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന സോയാ സോസിനകത്ത് പഴയ ഓയിൽ മിക്സ് ചെയ്തിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാനായിട്ട് പ്രത്യേകിച്ച് ഒരു മാർഗവും നിലവിലില്ല. നമുക്ക് ഒരു രുചിക്ക് വ്യത്യാസം ഫീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ രുചികരമായിട്ട് ചില്ലി സോസ് കൊണ്ടുള്ള ഭക്ഷണങ്ങൾ, ഇപ്പം സോയാ സോസ് ചേർത്തിട്ടുള്ള ഫ്രൈഡ് റൈസുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ചില്ലി ചിക്കൻ, ചില്ലി ബീഫ് പോലുള്ള ഭക്ഷണങ്ങളായിക്കോട്ടെ, ഇതിനെല്ലാത്തിനും എക്സ്ട്രാ രുചി നൽകുന്നത് ഇതുകൊണ്ടാണ്. പലപ്പോഴും ഇത്തരം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ദഹനക്കേട്, ഏമ്പക്കം, പൊടിച്ചു തകട്ടൽ, വയറിന് കംപ്ലൈൻസ്, ഉയർന്ന കൊളസ്ട്രോൾ ലെവൽ, കുടലിനുള്ള പ്രോബ്ലംസ്, ഇതെല്ലാം വിട്ടുമാറാതെ നിൽക്കുന്നതിന്റെ കാരണവും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെ. നിങ്ങൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടായി കഴിക്കും.